കുറെ മിസ് ചെയ്യുന്നത്. പിന്നെയും ജാസ്മിൻ ജിൻഡോയോട് കലിപ്പിലായ പ്രമോയാണ് വന്നിരിക്കുന്നത്. ജാസ്മിൻ ഓരോന്ന് ആലോചിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവനെ മിസ്സാകുന്നത് എന്ന്. ജിൻഡോ ഉടനെ തന്നെ പറയുന്നുണ്ട് കൂടുതൽ മിസ് ചെയ്യേണ്ട എന്ന്. ഇത് പറഞ്ഞപ്പോഴേക്കും ജാസ്മിൻ്റെ ഭാവം ആകെ മാറി. ആ സമയത്ത് അവിടെ അഭിഷേക്, ഋഷി, സായി എല്ലാവരും ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ജാസ്മിൻ ഉടനെ ജിൻഡോനോട് പറയാണ് ഡോ എന്നാ വിളിക്കുന്നത്. മുന്നേ ഫാമിലി റൗണ്ട് വന്നു കഴിഞ്ഞപ്പം ജാസ്മിൻ്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോ പോടോ എന്നൊന്നും ആരെയും വിളിക്കരുതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ജാസ്മിൻ ജിൻഡോനെ ജിൻഡോ കാക്ക എന്നാണ് ഈ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡുകളിലെല്ലാം വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉടനെ അതെല്ലാം പോയി ഡോന്നായി. ഡോ എന്നാണ് ആദ്യം തന്നെ വിളിച്ചത്. എടോ ഞാൻ മിസ് ചെയ്യണോ വേണ്ടോ എന്ന് താനാണോ തീരുമാനിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡോ ആ സമയത്ത് കൂളായിട്ടാണ് ഇരിക്കുന്നത്. കൂളായി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇപ്പോൾ മര്യാദയ്ക്ക് പോകുന്നുണ്ട് മോള്, വളച്ചൊടിച്ച് കുറേ സ്വപ്നങ്ങളൊന്നും വെക്കണ്ട. ഇത് കേട്ടപ്പോഴത്തേക്കും അഭിഷേകും ഋഷിയും ജിൻഡോയും കൂടി ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ജാസ്മിൻ ഈ ഒരു സമയത്ത് ഇതും കൂടി കേട്ടപ്പോഴത്തേക്കും അടപടലം ദേഷ്യത്തിലെത്തി. ജാസ്മിൻ പറയുന്നുണ്ട് എടോ എൻ്റെ സ്വപ്നം അത് എന്താണെന്ന് തീരുമാനിക്കുന്ന ജാസ്മിന അല്ലാതെ ജിൻഡോ അല്ല. ഉടൻ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ നീ നേരെയാകാനാ പറഞ്ഞത് എന്ന്. ഇത് കേട്ടപ്പോഴത്തേക്കും ജാസ്മിന് വീണ്ടും കലിപ്പായി. ഞാൻ നേരെയാകുന്നു ആവില്ലോ എന്ന് നോക്കാൻ ജിൻഡോ ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ആ സമയത്ത് അഭി ഋഷിയൊന്നും പറയുന്നില്ല. അവരവിടെ ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ജിൻഡോയ്ക്ക് ചെറുതായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ജിൻഡോ പറയുന്നുണ്ട് നീ നിന്റെ മാസം കൊണ്ട് അവിടെ ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. അതിന് മുന്നേ തന്നെ ജാസ്മിൻ ജിൻഡോനോട് പറയുന്നുണ്ട് ജിൻഡോയുടെ ഫണ്ടും കൊണ്ട് അവിടെ ഇരി, കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ പറയുന്നത്. ഇപ്പോൾ എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും ജാസ്മിൻ ഒരു ചെറിയ രീതിയിലൊരു പ്രൊവോക്ക് ചെയ്യുന്ന ഒരു ഡയലോഗ് പോലും അവിടെ ആര് പറഞ്ഞാലും ജാസ്മിൻ ഇട്ടുകൊടുക്കത്തില്ല. അപ്പം തന്നെ കടിച്ച് കീറുന്ന ഒരു മനോഭാവത്തോടെ എഴുന്നേറ്റ് വരുവാണ്. അപ്പം ഈ ഒരു സമയത്ത് തന്നെ അത് നോർമലായിട്ടൊന്ന് ചിരിച്ച് തള്ളുകയോ അല്ലെങ്കിൽ അവിടെ ഒരു കോമഡി ആയിട്ട് മാറ്റുകയോ ചെയ്യേണ്ട ഒരു സംഭവമേ ഉള്ളൂ. പക്ഷെ ജാസ്മിൻ അവിടെ ഭയങ്കര ലെവലിൽ വൻ രീതിയിലുള്ള ഡയലോഗ് അടിച്ച് മുന്നോട്ട് വരികയാണ്. അതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല.